അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ തന്ത്രം വിജയിച്ചു. ഖലീഫ അലി റളിയല്ലാഹു അൻഹു തൻ്റെ സമർത്ഥനും വിശ്വസ്തനുമായ അനുയായി ഖൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഈജിപ്തിൻ്റെ അമീർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ഈ അവസരം പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ച അമീർ മുആവിയ റളിയല്ലാഹു അൻഹു ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ ഷാമിലേക്ക് ക്ഷണിച്ച് ഉന്നത ഉദ്യോഗങ്ങൾ വാഗ്ദാനം ചെയ്തു. എന്നാൽ അതൊക്കെ നിരസിച്ച ഖൈസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു തന്നെ തെറ്റിദ്ധരിച്ച് അനീതി പ്രവർത്തിച്ചെങ്കിലും അദ്ദേഹത്തോടുള്ള തൻ്റെ കൂറിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ലെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കി. ശേഷം അദ്ദേഹം മദീനയിലേക്ക് മടങ്ങി. ഖൈസ് റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും വീണ്ടും ഒരുമിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു വീണ്ടും കരുക്കൾ നീക്കി. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മദീനയിലെ പ്രതിനിധികൾ ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള വിധേയത്വം അവസാനിപ്പിക്കാൻ വീണ്ടും ആവശ്യപ്പെട്ടെങ്കിലും ഖൈസ് റളിയല്ലാഹു അൻഹു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല. അപ്പോൾ തൻ്റെ സേവനത്തെ ഒട്ടും വിലമതിക്കാത്ത ഒരു മനുഷ്യൻ്റെ പിറകെ നടക്കുന്നതും ആ മനുഷ്യൻ അദ്ദേഹത്തെ കൈകാര്യം ചെയ്ത രീതിയും എടുത്തു പറഞ്ഞ് ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ അവർ പരിഹസിച്ചു. ഇത് അദ്ദേഹത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അതോടെ കൂഫയിൽ ചെന്ന ഖലീഫയെ കണ്ട് തൻ്റെ ഭാഗം അദ്ദേഹം വിശദീകരിച്ചു. തുടർന്ന് ഖൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂറും ആത്മാർത്ഥതയും ബോധ്യപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് തൻ്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമനം നൽകി. ഈ നിയമനത്തോടുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണം തൻ്റെ പ്രതിനിധിക്കയച്ച കത്തിൽ ഇപ്രകാരം കാണാം: ഖൈസിനെ പരിഹസിച്ചത് താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായ വിഡ്ഢിത്തമാണ്. അത് അലി തങ്ങളോട് ചെന്നു ചേരാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി. താങ്കൾ അലി തങ്ങൾക്ക് 1,00,000 ആളുകളെ നൽകുന്നതിനേക്കാൾ വലിയ ദ്രോഹമാണ് ഖൈസിനെ പോലൊരാളെ എൻ്റെ പ്രതിയോഗിക്ക് ഉപദേശകനായി നൽകുന്നതിലൂടെ ചെയ്തിരിക്കുന്നത്. ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ പിരിച്ചുവിട്ടത് മൂലം ഒഴിവന്ന ഈജിപ്ത് അമീർ പദവിയിലേക്ക് തൻ്റെ ഭാര്യയുടെ പുത്രനായ മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെയാണ് അലി റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തത്. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനാണ് അദ്ദേഹം. മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവായ അസ്മാ റളിയല്ലാഹു അൻഹയെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു വേൾക്കുകയായിരുന്നു. അതുമൂലം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സംരക്ഷണത്തിലാണ് മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു വളർന്നത്. ഖലീഫ ഉസ്മാൻ വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആൾ എന്ന നിലയിൽ പ്രക്ഷോഭത്തിന്റെ കേന്ദ്രമായ ഈജിപ്തിലെ യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് ജനസമ്മതിയുണ്ടായിരുന്നു. അത്തരം ആളുകൾ കേവലം 22 വയസ്സുകാരനായ ആ അമീറിനെ സദാ വലയം ചെയ്തിരുന്നു. നമ്മൾ നേരത്തെ ഖൈസ് റളിയല്ലാഹു അൻഹുമായി ധാരണയിലായ 2 ഗോത്രങ്ങളെപ്പറ്റി പറഞ്ഞല്ലോ. ആ ഉടമ്പടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഖലീഫ ഉസ്മാൻ വധത്തിന് പ്രതിക്രിയ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് താൻ നയിക്കുന്ന പ്രക്ഷോഭത്തിൽ അണിനിരക്കാൻ മുആവിയ റളിയല്ലാഹു അൻഹു ആഹ്വാനം ചെയ്തപ്പോൾ പ്രസ്തുത ഗോത്രങ്ങൾ അതിൽ നിന്ന് വിട്ടുനിന്നത്. എന്നാൽ പുതിയ അമീർ മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു ആ ഉസ്മാൻ അനുകൂല വിഭാഗങ്ങളോട് അലി റളിയല്ലാഹു അൻഹുവിനെ ഖിലാഫത്തെ അനുസരണ പ്രതിജ്ഞ ചെയ്യാൻ നിർബന്ധിത ആജ്ഞ പുറപ്പെടുവിക്കുകയുണ്ടായി. സ്വാഭാവികമായും ഗോത്രങ്ങൾ അത് അനുസരിച്ചില്ല. ഇതിനെ തുടർന്ന് അവരുടെ വാസകേന്ദ്രമായ ഖറാബത്ത് ആക്രമിക്കാൻ മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടു. ഈ സംഘട്ടനത്തിൽ ഈജിപ്ത് സംസ്ഥാന സൈന്യത്തിന് പരാജയം സംഭവിക്കുകയുണ്ടായി. അനന്തരം ഉസ്മാൻ പക്ഷക്കാർ അവിടെ ഒരു തുറന്ന കലാപം തന്നെ അഴിച്ചുവിട്ടു. ഇത് ഈജിപ്തിൻ്റെ ക്രമസമാധാനം തകർത്തു. ഈ സമയത്താണ് ഈജിപ്ത് പിടിക്കാൻ മുആവിയ റളിയല്ലാഹു അൻഹു തൻ്റെ സൈന്യത്തെ നിയോഗിക്കുന്നത്. നേരത്തെ അവിടെ അമീറായി സേവനമനുഷ്ഠിച്ച് കഴിവ് തെളിയിച്ച അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയാണ് പ്രസ്തുത ദൗത്യത്തിന്റെ നായകത്വം അദ്ദേഹം ഏൽപ്പിച്ചത്. ഈ സൈനിക നീക്കത്തെക്കുറിച്ച് വിവരം ലഭിച്ച അലി റളിയല്ലാഹു അൻഹു മെസ്സപ്പൊട്ടേമിയൻ അമീറായി സേവനമനുഷ്ഠിക്കുകയായിരുന്ന മാലിക്കുൽ അശ്തർ റളിയല്ലാഹു അൻഹുവിനോട് ഈജിപ്തിന്റെ അമീർ പദവി ഏറ്റെടുക്കാനും
അവിടെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനും ആവശ്യപ്പെട്ടു. എന്നാൽ പ്രയാണമധ്യേ വിഷബാധയേറ്റ് അശ്തർ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയായിരുന്നു. അവിചാരിതമായി തലവൻ നഷ്ടപ്പെട്ടതിനാൽ ഖിലാഫത്ത് സേനയ്ക്ക് ഈജിപ്തിലേക്ക് പ്രവേശിക്കാനായില്ല. ഒരേ സമയം ഉസ്മാൻ പക്ഷക്കാരുടെ അകത്തുനിന്നുള്ള കലാപവും ഷാം സൈന്യത്തിന്റെ പുറത്തുനിന്നുള്ള ആക്രമണവും നേരിടാനായിരുന്നു മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിധി. ഒടുവിൽ അദ്ദേഹം വധിക്കപ്പെടുകയും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിന്റെ അമീർ പദവി കൈയാളുകയും ചെയ്തു. ഈജിപ്തിലെ വിജയം മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഏറെ ഉന്മേഷം പകർന്നു. താൻ ബൈഅത്ത് ചെയ്യാത്ത ഒരു ഖലീഫയുടെ അധികാരത്തെപ്പറ്റി അദ്ദേഹത്തിന് ആകുലപ്പെടേണ്ടിയിരുന്നില്ല. അദ്ദേഹം തൻ്റെ സൈനിക നീക്കങ്ങൾ ത്വരിതപ്പെടുത്തി. ഉസ്മാൻ വിരുദ്ധ കലാപകാരികളുടെ മറ്റൊരു കേന്ദ്രമായ ബസ്രയായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത ഉന്നം. അബ്ദുല്ലാഹി ഇബ്നു ആമിർ അൽ ഹദ്റമിയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അദ്ദേഹം അവിടേക്ക് വിട്ടു. ഉസ്മാൻ ഘാതകരെ പിടികൂടാൻ മുറവിളി കൂട്ടുന്ന ഒരു വിഭാഗം അവിടെയുണ്ട്. അവരുടെ പിന്തുണ തൻ്റെ സൈന്യത്തിന് അധിക ഊർജമാകുമെന്ന കണക്കുകൂട്ടൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ കാര്യം അങ്ങനെയായിരുന്നില്ല. പിന്തുണക്കാൻ സാധ്യതയുള്ള എല്ലാവരും ജമൽ യുദ്ധത്തിൽ മരണം വരിച്ചു കഴിഞ്ഞിരുന്നു. അതിനാൽ ബസ്രയിൽ ചില അസ്വസ്ഥതകളും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കാനായി എന്നതൊഴിച്ചാൽ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല. അടുത്ത ലക്ഷ്യം ഹീത്തായിരുന്നു. 6000 പേരടങ്ങുന്ന സുഫിയാൻ ഇബ്നു ഔഫിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന് പ്രതിരോധമൊന്നും നേരിടാതെ ഹീത്ത് കീഴടക്കാനായി. പിന്നീട് അംബാറിൽ ചെന്ന് ഖിലാഫത്ത് കുതിരപ്പടയെ അവർ താവളത്തിൽ നിന്ന് വിരട്ടിയോടിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു വിശ്രമിച്ചില്ല. അടുത്ത ലക്ഷ്യം തദമ്മുർ ആയിരുന്നു. വഹാഖ് ഇബ്നു ഖൈസിന്റെ നേതൃത്വത്തിൽ നടന്ന ആ പര്യവേഷണം വിജയം കണ്ടില്ല. ഹുജ്ർ ഇബ്നു അദി അൽ കിന്ദിയുടെ നേതൃത്വത്തിലുണ്ടായ തിരിച്ചടിയിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിന് പിന്മാറേണ്ടി വന്നു. പിന്നീട് 2000ഓളം വരുന്ന ഭടന്മാരുമായി നുഅ്മാൻ ഇബ്നു ബഷീറിന്റെ നേതൃത്വത്തിൽ ഐനു തംറിലേക്ക് പടനീക്കം നടന്നു. 1700 പേരടങ്ങുന്ന സംഘവുമായി തൈമ നഗരം പ്രതിരോധമേതുമില്ലാതെ അബ്ദുല്ലാഹി ഇബ്നു മസ്അദ് ജയിച്ചടക്കി. അതിനു പിറകെ അലി റളിയല്ലാഹു അൻഹുവിന്റെ നിയന്ത്രണത്തിലുള്ള പല പ്രവിശ്യകളിലും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം കയറിയിറങ്ങി. പലയിടത്തായി സൈന്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പതിവായി. ഇതിനൊരു അറുതി വരുത്താൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരിക്കൽ കൂടി സൈനിക നീക്കത്തിന് അലി റളിയല്ലാഹു അൻഹു ശ്രമിച്ചു. പക്ഷേ ഇറാഖികൾ സന്നദ്ധരായില്ല. പിന്നെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം ചില പിടിച്ചടക്കലുകളും അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം ചില വിജയകരമായ പ്രതിരോധം തീർക്കലും ഒക്കെയുണ്ടായി. ഷാം, ഈജിപ്ത് എന്നിവ കൂടാതെ ഹിജാസിന്റെ വടക്കു ഭാഗങ്ങളും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നിയന്ത്രണത്തിൽ വരികയുണ്ടായി. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും.